Mapak, your perfect packaging partner. Tali Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chaco Golden Diamonds അങ്കമാലി. അങ്കമാലി നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ആയുർവേദ ഡിസ്പെൻസറിയുടെ നേതൃത്വത്തിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും പ്രതിരോധ മരുന്ന് വിതരണവും നടത്തി. നഗരസഭാ ചെയർമാൻ മാത്യു തോമസ് ഉദ്ഘാടനം ചെയ്തു. ഇന്നും മരുന്ന് കഴിക്കുന്നത് ജനതയായി കേരള ജനത മരവിക്കുകയാണ്. ഇതിൽ നിന്നൊരു മോചനം നമുക്ക് കിട്ടുവാൻ ഈ ആയുർവേദം വളരെ ഫലപ്രദമാണ് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ഒരു ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഗവൺമെന്റിന്റെ കൂടി നിർദ്ദേശപ്രകാരമാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. ഇന്നിവിടെ ആയുർവേദ ഡോക്ടർമാർ 3 പേരുണ്ട്. ഡോക്ടർ ഉൾപ്പെടെ വേറെ 2 പേരുണ്ട്. ഇവിടെ വരുന്ന മുഴുവൻ പേരെയും പരിശോധിച്ച് സൗജന്യമായി നമ്മുടെ എല്ലാ മരുന്നുകളും. അപ്പോൾ ആ ഒരു ക്യാമ്പാണ് വളരെ ഭയങ്കര അല്ലെങ്കിൽ ധാരാളം പേര് ക്യാമ്പിൽ പിടിച്ച വളരെ ക്യാമ്പിൽ നിങ്ങൾ പോകുമ്പോൾ അറിഞ്ഞിട്ടില്ല കാര്യങ്ങളൊന്നും അവരെ പറഞ്ഞു എല്ലാവർക്കും പ്രയോജനമാണ്. ഈ ക്യാമ്പുടെ അവിടെയുള്ള ആളുകൾക്ക് എപ്പോഴെങ്കിലും ചെല്ലാം, അല്ലെ? ആയുർവേദത്തിൽ ചെല്ലാം. നമുക്ക് അങ്കമാലികൾ ചെന്നിട്ട് വേണം ആയുർവേദ ഡോക്ടറെ കാണാൻ. വാസ്തുക്കൾ ഈ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡോക്ടറെ കാണാനും ഇതുകൊണ്ട് മാറിയില്ലെങ്കിൽ നമ്മളവിടെ പോയാലോ എല്ലാ പറ്റും എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്നുകളും മഴക്കാല സംബന്ധമായ രോഗങ്ങൾക്കുള്ള പ്രതിരോധ മരുന്നുകളും സൗജന്യമായി ക്യാമ്പിൽ വിതരണം ചെയ്തു. ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീലത, ഡോക്ടർ ലക്ഷ്മി പത്മനാഭൻ, ഡോക്ടർ അശ്വതി എന്നിവരുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘമാണ് ക്യാമ്പ് നിയന്ത്രിച്ചത്. ആയുർവേദത്തിന്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ അത് പിത്തത്തിന്റെയാണ്, അല്ലെങ്കിൽ ഇത് കഫത്തിന്റെയാണ്, ഇത് വാദത്തിന്റെയാണ്. അങ്ങനെയാണ് നമ്മളിത് നമ്മുടെ മുതിർന്നവരെ പ്രായമായവര് നമ്മുടെ വീടുകളിലുള്ളപ്പോൾ നമ്മൾ കേട്ട് പരിചയമുള്ള വാക്കുകൾ. ഈ 3 ദോഷങ്ങളുടെ ഒരു പരിഹാരം എന്ന നിലയിലാണ് വേദത്തിൽ ആസ്പദമാക്കിയിട്ടുള്ള ഈ ആയുർവേദം. നമുക്കറിയാം, ആയുർവേദം എന്ന് പറയുമ്പോൾ ആയുർ പ്ലസ് വേദം, ജീവിതത്തിന്റെ ശാസ്ത്രം എന്ന് തന്നെയാണ് അതിന് പറയുന്നത്. നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ ഒരാൾക്ക് സമൂഹത്തിനിടയിലെ അല്ലെ, അത്രമാത്രം നമുക്ക് പാർശ്വഫലങ്ങളൊന്നും ഇല്ലാതെ വിശ്വസിച്ച് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധിക്കാൻ കഴിയുന്ന ഒരു ചികിത്സാ സമ്പ്രദായം തന്നെയാണ് ആയുർവേദം എന്ന് പറയുന്നത്. ഞാൻ ചിന്തിക്കുന്നില്ല, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഏവർക്കും നല്ലൊരു ക്യാമ്പിലൂടെ നല്ല ചികിത്സകൾ കിട്ടട്ടെ എന്ന് ആശംസിച്ചു. മരുന്ന് ഉണ്ടാക്കുന്ന ചെറിയ ഓർമ്മകൾ, കാരണം അമ്മാമയ്ക്ക് ഉള്ള സമയങ്ങളിൽ കുറെ ദിവസങ്ങൾ മരുന്ന് വണ്ടി തയ്യാറാക്കുന്ന ഒരു പ്രക്രിയ തന്നെ നീണ്ടതാണ്. കുറെ പച്ചമരുന്നുകളൊക്കെ പറിച്ചെടുത്ത് അതൊക്കെ പിഴിഞ്ഞ് അതിനകത്ത് ഞരടി വെച്ച് കർക്കിടകം കഴിഞ്ഞ് ആ കഞ്ഞിയുടെ കാലഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ദിവസത്തേക്ക് ബ്രേക്ക് എടുത്തിട്ട് പിന്നെ കോഴിമരുന്ന് മുതലായുള്ള സംഭവങ്ങൾ അത് എങ്ങനെയാണെന്ന് വെച്ചിട്ട് വീട്ടിലാണ് എല്ലാവരും കല്യാണം കഴിഞ്ഞ് പോയ അടിമാർ ഉൾപ്പെടെ എല്ലാവരും വിളിച്ചു വരുത്തി അങ്ങനെയുള്ളൊരു കാലഘട്ടം കഴിഞ്ഞു. എല്ലാവരും ഇന്ന് എല്ലാവരും പറഞ്ഞു, എല്ലാവരും തിരക്കുള്ളവരായി എല്ലാവരും ജോലിക്കാരായി മാറിക്കഴിയുമ്പോ. യോഗത്തിൽ നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ സിനി മനോജ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ജസ്മി ജിജോ, TY ഏലിയാസ്, ജാൻസി അരീക്കൽ, റോസിലി തോമസ്, ജില്ലാ ആസൂത്രണ സമിതി അംഗം റീത്ത പോൾ, കൌൺസിലർമാരായ ബാസ്റ്റൻ ഡിപ്പാറക്കൽ, ലിസി പോളി, ജിത ഷിജോയ്, ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബിന്ദു, കില റിസോഴ്സ് പേഴ്സൺ P ശശി തുടങ്ങിയവർ സംസാരിച്ചു. അറിയാമല്ലോ, പലതരത്തിലുള്ള പനികളും അതുപോലെ പലതരത്തിലുള്ള അസുഖങ്ങൾ പണ്ട് കേട്ടിട്ടും പോലും കേട്ടിട്ടോ പഠിച്ചിട്ടോ പോലും ഇല്ലാത്ത പല പുതിയ അസുഖങ്ങളാണ് ഇപ്പോൾ നമുക്ക് നേരിടേണ്ടി വരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കോവിഡിന് ശേഷം പലതരത്തിലുള്ള പനികൾ തന്നെ പലതരത്തിൽ, അത് മാരകമായി മരണകാരണം വരെ ആകാൻ പറ്റുന്ന രീതിയിൽ പല പകർച്ചവ്യാധികൾ ഇപ്പോൾ വളർന്നു പിടിക്കുകയാണ്. നമുക്ക് അതിൻ്റെ മോചനം എന്ന് പറയുന്ന ഒരിക്കലും നമ്മുടെ പ്രകൃതിയിലുള്ള മാറ്റങ്ങൾ നമുക്ക് ഈ പഴയ പ്രകൃതിയിലേക്ക് ആക്കാൻ പറ്റില്ല. എന്നാൽ പണ്ടത്തെ പ്രബലമായിട്ടുള്ള രീതിയിൽ ഇനി നമ്മുടെ ഈ ഒരു പ്രതീക്ഷിക്കാൻ പോലും പറ്റില്ല. അപ്പൊ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പ്രതിരോധ ശക്തി നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ നമുക്ക് ഉണ്ടാകുന്ന
നേടാം, എത്രയും വേഗം ഒന്ന് രക്ഷ നേടാം. പനി പിടിക്കില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അസുഖം പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അത്രയും ഒരു മോശമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ ഹോമിയോപ്പതി ഇടയ്ക്ക് ക്യാമ്പ് നടത്തിയെന്ന് അറിഞ്ഞായിരുന്നു. അത് പ്രതിരോധ മരുന്നാണ് കൂടുതലും കൊടുക്കുന്നത് ഇപ്പോൾ.